ടു മൈ യൂട്യൂബ് ചാനൽ ഇവാൻ പ്രോ. ഇന്ന് നമ്മൊരു സെറ്റ് വീഡിയോ ഇട്ടാണ്. അപ്പം നമ്മൾ ഒരു ഹെഡ് ടു ഹെഡ് മാച്ചാണ് പോകാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ ക്രോണിക്കിൾസിലാണ് പോവുക, ബെക്കം ക്രോണിക്കിൾസ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ റിവാൾഡോ ആണ്. നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഒപ്പണൻറ്റും ആമച്ചർ 3 തന്നെയാണ്. അപ്പോൾ 2 ആമച്ചർ 3s കൂടി ജയിക്കുമെന്ന്, ആരാണ് ജയിക്കുമെന്ന് നോക്കാം. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പുറത്തെ ടീമിലത്തെ ഒപ്പോണൻറ്റിൻ്റെ OVR 95 ആണ്. നമുക്ക് ഈ ഗെയിം എങ്ങനെ ജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഷെയിമായിരിക്കും. ഡിവോളുണ്ട് കേറ്റിപ്പോകത്തിലൂടെ ഗോൾ. ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത് 5th മിനിറ്റിൽ തന്നെ. റിവാൾഡോ റാൻഡപ്പാണ് 110. നമുക്ക് റീപ്ലേ ഒന്ന് കണ്ടേക്കാം ഗൈസ്. അങ്ങനെ 1-0 ഇപ്പോൾ ഗോള്. ഫ്രണ്ട്സ്, ആ ഗോളെങ്ങനെയുണ്ട്? റേറ്റ് ചെയ്തു 10-ൽ. സ്ലോ മോഷനാണ് ഇപ്പോൾ കാണിച്ചത്. സ്റ്റെർലിംഗ് പാസ് എടുത്ത് ഡെൽപിയർ ഒരു ലോങ് ഷോട്ട് അടിച്ചു, ഫിനിഷ് അടിച്ചു. അതെങ്ങനെയാണ് ഗോൾ കയറി ഗൈസ്. 2-0 ഇപ്പോൾ. പാവം ഒപ്പോണൻറ്റ്. അടുത്ത ഗോൾ വരാൻ പോകുന്നു. ഡെൽപിയറിനെ കൊണ്ട് തന്നെ ഡെൽപിയറുടെ 2nd ഗോളാണ് മാറ്റിയിട്ട്. ചെറിയ സ്കില്ലിന് ചെറിയ സെലിബ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇതെന്താണെന്ന് വെച്ചാൽ, ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഡെൽപിയറിനെ കൊണ്ടൊരു ഹാട്രിക് അടിക്കണം. അപ്പോൾ 2 ഗോൾ ഓൾറെഡി അടിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ 1 ഗോളും കൂടി അടിച്ചാൽ ഹാട്രിക്ക് കംപ്ലീറ്റ് ആവും. അതോടെ ചലഞ്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് സ്കില്ലിങ് എടുക്കണം. കൊണ്ട് അടിച്ച് പക്ഷെ ബ്ലോക്കായി പോയി. നമുക്കിനി നമ്മുടെ ഗോൾ കീപ്പറിന് കൊടുക്കാം. കുറച്ച് സമയം വേസ്റ്റ് ചെയ്യാം. ത്രോ നെക്കി പിടിക്കുന്നത്. അത് ഫൗളായിരുന്നു ഗൈസ്. ഫ്രീ കിക്ക് നേടിയേക്കലാണ് ഇപ്പം. പക്ഷേ അത് നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട് തന്നെ പോയി. ഇതെങ്ങനെയാണ് സേവ് ചെയ്യണം, ഗോൾ അടിക്കണം. നമ്മളെ ഹാട്രിക്ക് കംപ്ലീറ്റ് ആവണം. അതേപോലെ ഗൈസ്, ആ ഗോളുണ്ടോ? റീപ്ലേ കാണിച്ചുതരാം. റിവാൾഡോ ത്രൂ ഇട്ടേക്കാണ്. റിവാൾഡോ ഒരു ഫിനിഷ് അടിച്ച് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പോയി ഗോൾ വീണു. അപ്പോൾ സ്കോർ ഇപ്പോൾ 4-0 ആണ്. പിന്നെ ഒപ്പോണൻറ്റിന് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കൊരു പവർ ഷോട്ട് അടിച്ചേക്കാം, പക്ഷെ അത് മിസ്സായിപ്പോയി. അത് ഗോളായി നമ്മുടെ ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഹാഫ് ടൈം ആകുമ്പോഴാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഹാഫ് ടൈമായി. 4-0 നമുക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഡെൽപിയറിൽ തന്നെ ബോൾ ഇട്ടിട്ടുണ്ട്. ഡ്രിബിൾ ചെയ്ത് പോയി ഒരു ഹാട്രിക്ക് അടിക്കാൻ നോക്കാം. ഫ്രണ്ട്സ്, ഒരു പെനാൽറ്റിയാണ്. നമ്മുടെ അവരുടെ ഗോൾ കീപ്പറെ ട്രോൾ ചെയ്താണ്. റീപ്ലേ നോക്കിയ സ്റ്റെർലിൻ്റെ ഗോള്. പാവം ഗോൾ കീപ്പർ. ഇപ്പോൾ 5-0 ഗൈസ്. ഇപ്പോൾ ഡെൽപിയറുടെ ഹാട്രിക് കംപ്ലീറ്റ് അല്ല, എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഡെൽപിയർ കയറുന്നുണ്ട്. Guys, Bullpuro hat-trick. Yes.
അങ്ങനെ ചലഞ്ച് കംപ്ലീറ്റഡായി. ഡെൽ പിയറോനെ കൊണ്ട് ഒരു ഹാട്രിക് അടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെൽ പിയറോ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതിനങ്ങനെ ലെവൻഡോസ്കിനെ കൊണ്ടുവരും. റീപ്ലേ ചെയ്താണ് ഗൈസ് ഹാട്രിക്. അപ്പോൾ ഡെൽ പിയറോ സബ്ഡായി. ഇപ്പോൾ ലെവൻഡോസ്കി കയറിയിട്ടുണ്ട്. 6-0 ഗൈസ്. റിവാൾഡോനെ കൊണ്ട് ഹാട്രിക് അടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. റിവാൾഡോയുടെ സെക്കൻഡ് ഗോളാണിത്. സെലിബ്രേഷനൊക്കെ ഉണ്ട്. ഹാട്രിക് അടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ 7-0 ആണ്. ഡിബാല അസിയാസിന് നല്ല സേവ് ചെയ്യുന്നു ഗൈസ്. നമുക്ക് പാസ് കൊടുക്കാം. മര്യാദക്ക് ഷൂട്ടായില്ല ഗൈസ്. എനിക്ക് തോന്നുന്നില്ല അവർ കമ്പാക്ക് ജീവിതത്തിൽ അടിക്കുമെന്ന്. സ്റ്റാം നമ്മുടെ CM ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. സ്വന്തം ഡിബാലയുടെ ഷോട്ട് അതെങ്ങനെയാണ് ക്രോസ് ബാർ അടിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ സെറ്റ് ഗോളായിരുന്നത്. 8-0 നമ്മൾ എന്തായാലും ജയിക്കുന്നത്. അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു പവർ ഷോട്ട് അടിപ്പിച്ച് നോക്കാം. അങ്ങനെ സേവ് ആയി ഗൈസ്. നമുക്ക് ഡിബാല ഗൈസ് അതും കസിയാസ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കോർണർ കിട്ടി. അത് വൈഡായി പോയി ഗൈസ്. അപ്പോൾ ഗൈസ് 8-0 നമുക്ക് റിവാൾഡോനെ കൊണ്ട് ഹാട്രിക് അടിപ്പിക്കണം. ഗൈസ് എന്താ സേവ്. കസിയാസ് എന്ത് മാജിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് 90th മിനിറ്റായി. 8-0. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ബൈ.